BCCIയിൽ സമൂല മാറ്റം ശുപാർശ ചെയ്ത ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. BCCIക്കും IPLനും പ്രത്യേകം ഭരണസമിതികൾ വേണമെന്ന് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് ലോധ കമ്മീഷൻ സമർപ്പിച്ചത്. BCCI ബോർഡിൽ ഇനി മുതൽ ഓരോ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഒരംഗം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂവെന്നും ജസ്റ്റിസ് ലോധ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റു വിവരങ്ങൾ. അരുൺ, BCCIയുടെയും IPLന്റെയും ഭരണസമിതി പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ടാണ് ജസ്റ്റിസ് RM ലോധ പുതിയ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BCCIയുടെ തലപ്പത്ത് ഇനി മന്ത്രിമാരോ മുൻ മന്ത്രിമാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ അംഗങ്ങളായി വരാൻ പാടില്ല. 70 വയസ്സിൽ താഴെയുള്ളവർ മാത്രമേ BCCIയുടെ ഭരണ തലപ്പത്ത് വരാൻ പാടുള്ളൂ. നിലവിൽ BCCIയുടെ വർക്കിംഗ് കമ്മിറ്റി മാറ്റിക്കൊണ്ട് അപ്പെക്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. RM ലോധ 9 അംഗങ്ങളായിരിക്കും ഈ അപ്പെക്സ് കൗൺസിലുള്ളത്. ഇതിൽ CAG പ്രതിനിധികൾ അടക്കമുള്ളവരായിരിക്കും അംഗങ്ങളായുള്ളത്. IPLനാകട്ടെ ഇനി ചില നിയന്ത്രണങ്ങളുള്ള സ്വയം ഭരണ ഗവേണിംഗ് കൗൺസിലായിട്ടാണ് IPL രൂപീകരിച്ചിരിക്കുന്നത്. IPLന്റെ തലപ്പത്തും 9 അംഗങ്ങളായിരിക്കും ഉള്ളത്. മുൻ കളിക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം BCCIയുടെ ഭരണസമിതികൾ ലഭിക്കുന്ന തരത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ ജസ്റ്റിസ് RM ലോധ തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓരോ സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആകെ 9 വർഷം മാത്രമേ ഒരു വ്യക്തിക്ക് BCCIയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കാനാവുകയുള്ളൂ. അതായത് ഒരു ടേം 3 വർഷമാണ്. അങ്ങനെ 3 ടേം മാത്രമേ ഒരംഗത്തിന് ഭരണസമിതിയിൽ ഉണ്ടാകാൻ പാടുകയുള്ളൂ. പ്രസിഡന്റിനാകട്ടെ 2 ടേമിൽ മാത്രമേ തുടർച്ചയായി BCCIയുടെ അംഗമായിരിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന് 3ാമത്തെ ടേം ലഭിക്കുകയില്ല. ബാക്കി അംഗങ്ങൾക്ക് 3 ടേം ലഭിക്കുമെങ്കിലും ഓരോ 3 വർഷം കൂടുതലും സ്ഥാനങ്ങൾ മാറ്റണം എന്നും RM ലോധ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി സുപ്രീം കോടതിയിൽ ലോധ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അരുൺ. സന്തോഷ്, അതായത് പൂർണ്ണമായും രാഷ്ട്രീയമായും മറ്റുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തിയാണ് നിലവിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിന് ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം വച്ചിരിക്കുന്നതെന്ന് കൃത്യം. തീർച്ചയായും. കാരണം അദ്ദേഹം പുതിയൊരു ഭരണഘടന തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇതിനായിട്ട്. വ്യക്തമായി നിലവിൽ പല രാഷ്ട്രീയ ഭീമന്മാരാണ് ഇതിന്റെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നത്. കളിയോട് താല്പര്യമില്ലാത്തവർ കളി നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നൊരു പരാമർശവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ലോധയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ വാക്കുകൾ വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം പുതുതായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭരണഘടന. അതും പ്രകാരം ഇതിന്റെ തലപ്പത്ത് എത്തുന്നവർക്ക് കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നു. നേരത്തെ അങ്ങനെ ഒരു കാലപരിധി ഉണ്ടായിരുന്നില്ല. എത്ര വർഷം വേണമെങ്കിലും ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടി സ്ഥാനത്ത് തുടരാം. N ശ്രീനിവാസൻ അടക്കമുള്ളവർ അത് ഉപകരിച്ച് വർഷങ്ങളോളം BCCIയുടെ തലപ്പത്ത് കഴിഞ്ഞിരുന്നു. പിന്നീട് മാറ്റാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷം. അതിലാണ് ഇപ്പോൾ പ്രധാനമായും മാറ്റം വരുത്തിയിരിക്കുന്നത്. 9 വർഷം മാത്രമേ ഒരാൾക്ക് BCCIയുടെ ഭരണതലപ്പത്ത് ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഭരണതലപ്പത്ത് എത്തുന്നവർക്കാകട്ടെ പ്രായം നിശ്ചയിച്ചിരിക്കുന്നു 70 വയസ്സ്. ഇവർ മന്ത്രിമാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ആകരുത് എന്ന നിബന്ധനയും ഇതോടൊപ്പം RM ലോധ നിശ്ചയിച്ചിട്ടുണ്ട്. അരുൺ.